ഒരു അഡ്വഞ്ചർ ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിവിടെ UK വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കംപ്ലീറ്റ് ആകാൻ പോവാം. പക്ഷെ നമ്മൾ ഇത്രയും നാളായിട്ടും ഇവിടുത്തെ ഒരു ഫേമസ് പ്ലേസാണ് സ്കോട്ട്ലൻഡ്. നമ്മൾ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല പല റീസൺസ് കൊണ്ടിട്ട് നമ്മൾ വേറെ കൺട്രീസൊക്കെ വിസിറ്റ് ചെയ്തു, പക്ഷേ സ്കോട്ട്ലൻഡിൽ മാത്രം ഞങ്ങൾക്ക് പോകാം. നമ്മൾ തീരുമാനിച്ചു സ്കോട്ട്ലൻഡിൽ അങ്ങനെ നോർമൽ എല്ലാവരും പോകുന്ന പോലെ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കാറിലോ അങ്ങനെ പോകണ്ട, നമുക്കൊരു വെറൈറ്റി ആയിട്ട് മോട്ടോ ഹോം ഹയർ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. സോ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സമ്മർ സീസൺ വരുന്നിടം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് നാളായിട്ടുള്ള ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് മോട്ടോ ഹോം ഇൻഡസ്ട്രിയിലാണ്. സോ അപ്പം പിന്നെ ഞങ്ങൾ കരുതി എങ്കിൽ പിന്നെ നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് മോട്ടോ ഹോമിൽ തന്നെ ആകാമെന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഈ സമ്മർ സീസണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കമ്പനിയിൽ പോയിട്ട് മോട്ടോ ഹോം ഹയർ ചെയ്തിട്ട് ഞങ്ങൾ സ്കോട്ട്ലൻഡിലോട്ട് പോവാം. പോയി വണ്ടി എടുക്കണം, അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വൈകിട്ട് എടുത്ത് പോകണം. അതെ, ഫസ്റ്റ് ടൈമാണ് മോട്ടോ ഹോം ഡ്രൈവ് ചെയ്യുന്നതല്ലേ? അതിൻ്റെ ഒരു ചെറിയ ക്യൂരിയോസിറ്റി ഉണ്ടോ? കാർ ഡ്രൈവ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിലും മോട്ടോ ഹോം ഇത് ഫസ്റ്റ് ടൈമാണ്. മോട്ടോ ഹോം ഡ്രൈവ് ചെയ്യാനും ഈ പറയുന്ന കാർ ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രം മതി, അത് മാത്രമാണ് അവർ എലിജിബിലിറ്റി ആയിട്ട് പറയുന്നത്. സോ മോട്ടോ ഹോം അത്ര വലിയ പ്രശ്നം കാണത്തില്ല. കാർ ഓടിക്കുന്ന സെയിം ഫീച്ചർ തന്നെയാണ്, പക്ഷേ വണ്ടിയുടെ കുറച്ച് വലിപ്പം എന്ന് പറയുന്നത് കുറച്ചും കൂടി ബിഗ് സൈസാണ്. സോ അതിൽ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ കാറിലോ ഫ്ലൈറ്റിലോ പോയിട്ട് നമ്മൾ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ മോട്ടോ ഹോം തന്നെ എടുത്തിട്ട് അതിൽ തന്നെയാണ് സ്റ്റേ, കുക്കിംഗ് ആൻഡ് അതർ തിങ്സ് എവറിത്തിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഇതിനു മുന്നേ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം. കമ്പനി തന്നെ കുറച്ച് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കരുതണം. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇപ്പം നൈറ്റൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൂട്ട് പെട്ടെന്ന് നമുക്ക് ഓടിപ്പോയി ആക്സസ് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ പൊതുവെ ഈ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര ഡള്ളാണ്. സോ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേരത്തെ നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാം നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 days ട്രിപ്പാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഇത് എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. മാക്സിമം നമ്മുടെ വീഡിയോയിൽ നമ്മളൊരു മോട്ടോ ഹോം ഹയർ ചെയ്ത് കഴിയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതൊക്കെ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു വീട് ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. 5 berth മോട്ടോ ഹോമാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. സോ ഞങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം നമുക്കിനി ഈ മോട്ടോ ഹോമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ? അല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ യാർഡ്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാഫ് വന്നിട്ട് നമുക്ക് വണ്ടി ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇന്ന് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് നമ്മുടെ ബ്രാഞ്ച് മാനേജർ തന്നെയാണ്. സോ പുള്ളിക്കാരി വന്നിട്ട് എല്ലാം കാണിച്ചു തരും. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. That's where we get the most damage. Okay? So when you're stationary, you've got all the way in. Okay? But be careful. So like cat's whiskers, that's where the most damage happens. Okay? So you can pull them right in, but just be careful as you're driving just how big you are. The vent tube, is it big? Yes, it seems as for the car. Yes. Yeah. So do not cover the vent, okay, it will get hot. So if you're partying and everything and you like this, so do that on the other side, okay? Not that side, okay? Fresh water? Good. One key, again here, it's full, 100 litres. You shouldn't need to do anything, okay? So that's for washing up water in your shower. Okay, so that's fresh water. പുള്ളിക്കാരി നമുക്ക് വണ്ടിയുടെ ഫുൾ ഫീച്ചേഴ്സ് കാണിച്ചു തന്നു. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും വേസ്റ്റ് കാസറ്റ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നു. പിന്നെ വണ്ടിയുടെ സ്റ്റോറേജ് ഏരിയാസും അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി കാണിച്ചു തന്നായിരുന്നു. ഞാൻ എന്തായാലും വണ്ടിയുടെ ഫുൾ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ എല്ലാം ഒന്നും കാണിക്കാത്തത്.
So you've got your LPG. So that is full. You do not have to do anything to that bottle, it stays there. If you do need to fill up, which I don't think it stays up there, okay? Welcome to your new home! See you later, Connie! ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടി. ഇതിലാണ് നമ്മുടെ നെക്സ്റ്റ് 4 days നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടേക്കാണ്. ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സാധനം ഫുള്ള് ലോഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇന്ന് നൈറ്റായിരിക്കും സ്കോട്ട്ലൻഡിലേക്ക് ട്രിപ്പ് പോകുന്നത്. പിന്നെ പുള്ളിക്കാരി കൂടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഐറ്റംസ് എന്തെങ്കിലും വേണമെന്ന്. പിന്നെ ഞാൻ ഒരു ടോയ്ലറ്റ് കെമിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പിക്നിക് ടേബിൾ ആൻഡ് ചെയർസ് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ബാഗ് വേണ്ടേ? നമ്മൾ ഇറങ്ങിയ സമയം അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ശരിക്കും കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നായിരുന്നു. പല പല കാര്യങ്ങളുടെ പറമ്പിൽ പോയിട്ട് കുക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രസ്സ് അറേഞ്ച്മെൻറ്റ്സും, പിന്നെ അറിയാലോ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് ഒരു ചെക്ക് ലിസ്റ്റ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ലോഡ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് എല്ലാം ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, എല്ലാം ഓക്കെ ആണോ, നമ്മൾ പ്രോപ്പറായിട്ട് തന്നെയാണോ തിങ്സൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നതെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. കാരണം വണ്ടി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നന്നായിട്ട് സൗണ്ട് ഉണ്ടാവും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടല്ല പ്ലേസ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ ഈ തിങ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് മൂലം ഇങ്ങനെ നന്നായിട്ട് സൗണ്ട് ഉണ്ടാവും. സോ അവർ നമുക്ക് കമ്പനിയിൽ ഓൾറെഡി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധിക്കണമെന്ന്, അല്ലെ പിന്നെ ഭയങ്കര നോയ്സി ആയിരിക്കും എന്നുള്ളത് അവർ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എത്രയൊക്കെ തിങ്സ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്താലും ഈ ചെറിയ കട്ടറൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു സൗണ്ട് ഉണ്ടാവും. അതാണ് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു അറൗണ്ട് 4 hours ഡ്രൈവ് ചെയ്തു. ഇപ്പം നമ്മളൊരു സർവീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഡ്രൈവിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് കരുതി. സോ നമ്മളൊരു 3 hours റെസ്റ്റ് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ ഫുള്ളും ട്രക്സും ലോറീസും അങ്ങനെയുള്ള വലിയ വണ്ടികളൊക്കെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളും ഇവിടെ തന്നെ അങ്ങ് പാർക്ക് ചെയ്യാമെന്ന് കരുതി. നമുക്കിവിടുത്തെ പാർക്കിംഗ് ഫീയോ ഇവിടുത്തെ എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നാളെ രാവിലെ നേരം വെളുത്തതിന് ശേഷം പാർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പേ ചെയ്തിട്ട് വേണം ബാക്കി ജേർണി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്.
നമ്മൾ വരുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ നൈറ്റ് ഡ്രൈവും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങളിവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ജേർണി കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. സോ നമുക്ക് സ്കോട്ട്ലൻഡിൻ്റെ പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.